എല്ലാവർക്കും ലിഷ റെസിപ്പീസിലേക്ക് സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്നിവിടെ ഓറിയോ ബിസ്ക്കറ്റ് ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 18 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, അതായത് 1.5 പാക്കറ്റ് ബിസ്ക്കറ്റ്. ഇനി നമുക്കത് മിക്സിയുടെ ബൗളിലിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. അത് അതിൻ്റെ ക്രീം മാറ്റിയിട്ട് ബിസ്ക്കറ്റ് തന്നെയായിട്ടും പൊടിച്ചെടുക്കാം. ഞാനിവിടെ ക്രീമും കൂടെ ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ ഏത് ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി സ്പാറ്റുല ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പാല് നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ചൊഴിക്കല്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്പാറ്റുല ഉപയോഗിച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഞാനിത് മൈക്രോവേവിലാണ് ഈ ബ്രൗണി ബേക്ക് ചെയ്യുന്നത്. ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് ആദ്യമേ 3 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കേക്ക് ടെസ്റ്റർ കൊണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ പറ്റി പിടിക്കണില്ലെങ്കിൽ നമ്മുടെ ബ്രൗണി റെഡിയായി. പക്ഷേ എൻ്റേത് 3 മിനിറ്റ്സ് ആയിട്ടും ശരിയായിട്ട് ബേക്ക് ചെയ്തില്ല. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും ബ്രൗണി റെഡിയായി. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ വ്യത്യാസം അനുസരിച്ച് നമ്മളുടെ ഈ ടൈമിലും വ്യത്യാസം വരും. നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഈ ബൗളിലാണ് ഞാൻ മൈക്രോവേവിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്രഷ്ഡ് കാഷ്യൂസ് ഇടുന്നുണ്ട്. ഇത് നമുക്ക് OTGയിലും ചെയ്യാം. OTGയിലാകുമ്പോൾ 35 to 40 മിനിറ്റ്സ് എടുക്കും. മൈക്രോവേവിലാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഒരു 5 to 6 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കേക്ക് അല്ലെങ്കിൽ ബ്രൗണി റെഡിയാവും. നമ്മുടെ ബ്രൗണി റെഡിയായി. ഞാനിത് ഡീമോൾഡ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി ഉടനെ കാണാം. താങ്ക് യു.